ഒരു ചെറുകഥ. കൊഴിഞ്ഞ ഇലകൾ. പുലരി അങ്ങനെ കണ്ണു തുറന്നു വരുന്നതേയുള്ളൂ. പക്ഷേ പ്രഭാകരൻ നായർ പതിവ് തെറ്റിക്കാതെ ഉമ്മറത്തെ ചാരുകസേരയിൽ വന്നിരുന്നു. കുറച്ച് സമയം ഇരുന്നിട്ടും ന്യൂസ് പേപ്പർ കണ്ടില്ല. കട്ടൻ ചായയും കിട്ടിയില്ല. മുറ്റം തൂത്തു വാരിയിട്ടില്ല. ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. പ്രഭാകരൻ നായരുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. ഒച്ച കനപ്പിച്ച് തന്നെ ചോദിച്ചു, "എന്താ, ഇവിടെയുള്ളവരൊക്കെ മരിച്ചു പോയോ?" ആ ശബ്ദത്തിൻ്റെ കനം കൊണ്ട് അയാൾ തന്നെ പെട്ടെന്നുണർന്നു. കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മി ചുറ്റിലും അയാൾ നോക്കി. അതെ, 2 വർഷമായി അയാൾ ആ വൃദ്ധസദനത്തിലാണ്. ശരീരം അതിന് പൊരുത്തപ്പെട്ടെങ്കിലും മനസ്സ് എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അയാൾ തൻ്റെ ജീവിതകാലത്തേക്ക് തിരിഞ്ഞു. പേരുകേട്ട തറവാട്ടിൽ ജനനം, തരക്കേടില്ലാത്ത സാമ്പത്തികം, ഉയർന്ന വിദ്യാഭ്യാസം, ആഗ്രഹിച്ച് നേടിയ ജോലി, ഇഷ്ടത്തോടെ കഴിച്ച വിവാഹം, 2 കുട്ടികൾ, എല്ലാം കൊണ്ടും സന്തോഷത്തോടെയുള്ള ജീവിതം. വെയിലായാലും മഴയായാലും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയ്ക്ക് മീതെ നടന്ന് കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ജോലിയും നേടിക്കൊടുത്തു. അവർ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് പറന്നു. മക്കളുടെ ഒറ്റപ്പെടുത്തലും ഭാര്യയുടെ മരണവും ജീവിതം പിന്നെയും വേറെ ദിശയിലേക്ക് തിരിഞ്ഞു. ഒടുക്കം ഈ വൃദ്ധസദനത്തിൽ. ജീവിതത്തിൻ്റെ 80 വർഷക്കാലം ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും ഇങ്ങനെ കട്ടിലിൽ ചാരിക്കിടന്ന് ഓർത്തെടുക്കുവാൻ ഒറ്റ നിമിഷം മതി. ഒരു ദീർഘശ്വാസം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇവിടെ എല്ലാം കിട്ടും. ന്യൂസ് പേപ്പർ കിട്ടും, ചായ കിട്ടും, ഭക്ഷണം കിട്ടും. പക്ഷേ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്തായിരിക്കില്ല. ടൈം വെച്ച അലാറം പോലെ ആയിരിക്കും. അപ്പോഴാണ് തോമസ് കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്നത്. ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ഇവിടെ ജാതിമത പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഉന്നത കുലജാതിയോ ഈഴവനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ഇവിടെ കൊണ്ടാക്കിയ മാഷില്ലേ, അയാൾ മരിച്ചു. തോമസ് അല്പം വിഷമത്തോടെ പറഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയെന്ന് പറയാം. പക്ഷേ അയാൾ ഒരു അധ്യാപകനായിട്ടും അയാളും എത്തപ്പെട്ടത് ഇവിടെ തന്നെ. മക്കൾ വന്നോ? പ്രഭാകരൻ നായർ ചോദിച്ചു. എവിടുന്ന്? അച്ഛൻ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഫ്ലൈറ്റിൽ കയറിയ മക്കൾ തിരിച്ച് ശവമടക്കിന് വരാനോ? അയാളെ പൊതു ശ്മശാനത്തിൽ അടക്കാൻ പറഞ്ഞു. ഒറ്റ ദിവസം കൂടി ആ മക്കൾ അയാളെ നോക്കിയിരുന്നെങ്കിൽ അയാൾക്ക് അനാഥപ്രേതം പോലെ പോകേണ്ടി വരുമായിരുന്നില്ല, അല്ലേ? പ്രഭാകരൻ നായർ തോമസിൻ്റെ തോളിൽ ഒന്ന് തട്ടി. തോമസ് അയാളുടെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി. പിന്നെ തന്നെ കാണുമ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസം എന്ന് തോമസ് പറഞ്ഞപ്പോൾ, അതെന്താ അങ്ങനെ എന്ന് പ്രഭാകരനും ചോദിച്ചു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പട്ടാളത്തിൽ ചേർന്നതാണ്. വളരെ ആവേശത്തോടെ രാജ്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞാൻ ആ ജോലി ഏറ്റെടുത്തു. കഠിനമായ തണുപ്പായാലും കൊടും ചൂടായാലും യുദ്ധത്തിൽ മുറിവേറ്റാലും ഭക്ഷണമോ വെള്ളമോ സമയത്തിന് കിട്ടാതെ പലതരത്തിൽ കഷ്ടപ്പെടുമ്പോഴും മനസ്സിൽ ഒരു മന്ത്രം മാത്രം ഉരുവിട്ടു, രാജ്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ഒടുക്കം പെങ്ങന്മാരുടെ ജീവിതം കരകയറ്റി, അച്ഛനുണ്ടാക്കിയ കടങ്ങൾ വീട്ടി, സ്വന്തം ജീവിതം മറന്ന് കടമകൾ തീർത്തപ്പോൾ പ്രായം 50ആയി. രാജ്യം റിട്ടയർമെൻറ്റ് തന്ന് പിരിച്ചുവിട്ടു. വീട്ടുകാർ സ്വന്തം കാര്യങ്ങൾ നോക്കി പല സ്ഥലത്തായി. ഒടുക്കം ഞാൻ ഇവിടെ എത്തി. സ്വന്തം ജീവിതം മറന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയത്. എന്നാൽ തൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തോന്നി, ഏതൊക്കെ രീതിയിൽ ഒഴുകിയാലും ഒടുക്കം കടലിൽ ചേർന്ന പുഴ പോലെയാണ് നമ്മൾ. പ്രഭാകരൻ നായർ ഒരു ദീർഘനിശ്വാസത്തോടെ ജനലൈകളിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. മാറ്റമില്ലാത്ത രാവും പകലും. കൊഴിയുന്ന ഇലകൾ. ചെറുകഥ. അവതരണം രചന സക്കീന ശിഹാബ്. Thank you for watching.